2026 തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ 2026 ജൂൺ 2 ശേഷം വ്യാഴം 7ലേക്കും അതുപോലെ തന്നെ ഈ 2026 എന്ന് പറയുമ്പോൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലഘട്ടമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. എങ്കിലും കഴിഞ്ഞ കുറേ കാലത്തിനെ അപേക്ഷിച്ച് ഇവർക്ക് പല നല്ല കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് മനസ്സിന് സന്തോഷവും ലാഭവും പ്രതീക്ഷിക്കാം. പ്രവൃത്തിയിൽ വിജയവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് ക്ലേശം, സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ മൂലം ആശുപത്രിവാസമോ ചികിത്സാ ചെലവുകളൊക്കെ വന്നുവിടാം. ആയതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കൺസീവ് ആയിട്ടുള്ള പെൺകുട്ടികൾ, ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ, അമ്മമാർ പ്രത്യേകം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യായാമം എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തി അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ കിട്ടുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഒരുപാട് വെല്ലുവിളികളൊക്കെ ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. സൽകീർത്തി, യാത്രാക്ലേശം, ധനനഷ്ടം, യാത്രാ അലച്ചിലുകളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. മാതാവിനോ പിതാവിനോ രോഗാരിഷ്ടതകൾ വന്നുപെടുകയും അതുമൂലം ധാരാളം ആശുപത്രി ചിലവുകൾ, അധിക ചിലവുകളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. വ്യവസായശാലകളിലെ തൊഴിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള കലഹങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നൊരു വർഷമാണ് ഈ 2026. സ്വന്തമായിട്ട് വ്യവസായശാലകളൊക്കെ നടത്തുന്നവർക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വർഷമാണ്. എങ്കിലും തിരുവോണ നക്ഷത്രക്കാർക്ക് വർഷമധ്യത്തോടു കൂടി പല നേട്ടങ്ങളും കൊണ്ടുവരാനും അത് നേടിയെടുക്കാനും കഴിയുന്നതാണ്.